മാത്രം കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പല കോളേജിലെയും ബാർ ചെയ്തു. അത് ആ ഇൻസ്പെക്ഷൻ നടത്തുന്നവരാണ് വീണ്ടും മെഡിക്കൽ കൗൺസിലാണ്. ഈ കമ്മിറ്റിക്ക് ലോധ കമ്മിറ്റിക്ക് ഇൻസ്പെക്ഷൻ നടത്താനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നും വെബ്സൈറ്റിൽ നോക്കിയാൽ SR മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ശരി, ശ്രീ പി മനോജ്, ഇവിടെ ഇനി എന്തൊക്കെ ഇവർ ഒളിച്ചു വെക്കാൻ നോക്കിയാലും ഇത് പാർട്ടിക്കകത്ത് അവസാനിപ്പിക്കാൻ നോക്കിയാലും വിജിലൻസ് അന്വേഷണത്തിലേക്ക് സർക്കാർ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ പബ്ലിക് ഡൊമൈനിലുള്ള ഈ രേഖയടക്കം പിടിക്കും. ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് അതിന് പോകാൻ കഴിയില്ല അന്വേഷണത്തിന്. ഒരു സംശയം, ഇതിപ്പോൾ ഫാബ്രിക്കേറ്റഡ് ആണ്, യഥാർത്ഥമായ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലാണ്, അങ്ങനെ ഞങ്ങളുടെ കൈവശം മാത്രം കുമ്മനത്തിന്റെ കക്ഷത്ത് മാത്രം ഇരിക്കുന്ന ഒരു റിപ്പോർട്ടായിട്ട് ഇത് തീരില്ലല്ലോ. അല്ലല്ല, അങ്ങനെ ഒരു കൊലപാതകം നടത്തിയ ഒരു BJP-കാരനെ കൊന്നു കഴിഞ്ഞാൽ അവിടെ BJP-യിൽ അന്വേഷണം നടത്തിയിട്ട് അവിടെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ കൃത്യമായ ഒരു സാമ്പത്തിക കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ആ കുറ്റകൃത്യം ആ പാർട്ടി പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. അത് അധാർമികമായ ഒരു വ്യക്തി, ആ വ്യക്തി ഇന്നലെ വരെ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും അതുപോലെ സഹകരണ സെൽ കൺവീനറുമായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. ബാക്കി ഈ വ്യക്തി ഇവിടെ ഈ ശ്രീകണ്ഠേശ്വരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വ്യക്തി 5.5 കോടിയും കൊണ്ട് എവിടെയും പോകുന്നില്ല, 5.6 കോടിയും കൊണ്ട്. അപ്പോൾ ആ പോയ ഇത് വഴിയാണ് പോയത്, ഹവാല വഴി പോയി ഒരിടത്തെത്തും. സതീഷ് നായർ വെറുതെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി അത് പോയ വഴി വേറെയുണ്ട്. ആ വഴി എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണ്ടല്ലേ. അപ്പോൾ അത് അങ്ങനെ പോയിട്ടുണ്ട് എന്ന് BJP സമ്മതിച്ചിരിക്കുന്നു. പബ്ലിക് ഡൊമൈനിലുള്ള ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങാടിപ്പാട്ടാണ്, എവിടെയും കിട്ടും റിപ്പോർട്ട്. കാരണം BJP-യുടെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു ഉറപ്പ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ എവിടെയും കിട്ടുന്ന റിപ്പോർട്ടിൽ പറയുന്ന ആളുകളുണ്ട്. സതീഷ് നായരുണ്ട്, മറ്റേ രാകേഷ് ശിവാനന്ദനുണ്ട്, അതുപോലെ രാകേഷ് ശിവരാമൻ, അതുപോലെ മറ്റേ കണ്ണദാസ്, മറ്റേ റിച്ചാർഡ് ഹെയുടെ PA, ഇവരൊക്കെ BJP-യുടെ ആളുകളാണ്. ഇവരൊക്കെ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ ഏറ്റവും അടുത്ത ആളാണ് രാകേഷ് ശിവരാമൻ. അതുപോലെ തന്നെ ഇദ്ദേഹം MD രമേശിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞതാണ്, കഴിഞ്ഞ ഈ സെൻകുമാറിനെ വലവീശാൻ MD രമേശ് പോയില്ലേ, കൂടെ ഈ മഹാനുണ്ടായിരുന്നു. ഏത് അധാർമിക പ്രവർത്തനം നടത്തിയെന്ന് BJP ഇപ്പോൾ പറയുന്ന ഇദ്ദേഹം അന്നേരം ഈ അധാർമിക പ്രവർത്തനം നടത്താൻ കൂടെ പോയിരുന്നു. MD രമേശ് തിരുവനന്തപുരത്ത് വരുമ്പോൾ MD രമേശ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഭക്ഷണം കഴിക്കാനും കൂടെ പോകാനും അധാർമിക പ്രവർത്തനം അല്ലല്ല, അധാർമിക പ്രവർത്തനം നടത്തുന്ന ആളാണെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ അധാർമിക പ്രവർത്തനം നടത്തുന്ന ആളാണ് എന്ന് ഞാനല്ല പറഞ്ഞത്. നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ മുൻ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം നരസിംഹറാവുവാണ് പറഞ്ഞത്, BVL നരസിംഹറാവു. നിങ്ങൾ പാർട്ടിക്ക് BJP എന്ന പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ മുൻ പ്രസിഡന്റ് കുമ്മനം രാജശേഖരനാണ് പറഞ്ഞത്. നിങ്ങൾ ഈ അധാർമിക പ്രവർത്തനം നടത്തുന്ന നിങ്ങളുടെ സുഹൃത്താണ് MD രമേശ് എന്ന് എനിക്ക് പറയാൻ പാടില്ലേ? അല്ല പറയാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത്രേ ഞാൻ പറഞ്ഞത്. സുഹൃത്താണെന്ന് പറയൂ. നിങ്ങൾ ചായ കുടിക്കാനും മനോജ് പോവെങ്കിൽ ഞാനും പോകും. ഞാൻ അങ്ങനെ പോകാറില്ല. ഒരു നിലവാരം വിട്ട മറുപടികൾ പറയാതെ. ശ്രീ KK സുരേന്ദ്രൻ, വിജിലൻസ് അന്വേഷണം ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. DGP പറയുകയുണ്ടായി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞുവെന്നും. അപ്പോൾ ഏതാണ് യഥാർത്ഥ റിപ്പോർട്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കൂ. പക്ഷേ ആ റിപ്പോർട്ട് വിജിലൻസ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ? വേണു, നിങ്ങൾ പിന്നെ ചക്കാലക്കലിനും മനോജനും പ്രസംഗിക്കാനുള്ള സമയം കൊടുത്തു, എനിക്കും സമയം തരണം. ഞാൻ സംസാരിക്കുമ്പോൾ പ്രസംഗമാണെന്നും വിവരിക്കരുത്. ഇവിടെ പിന്നെ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഹവാല പണം പോകുന്നത് എങ്ങനെയാണ്? ആഭ്യന്തരമന്ത്രി നമ്മുടെ ആരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ കേരളത്തിൽ വ്യാപകമായി ഹവാല പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് മനോജ് ഹവാല പണം പിടിക്കാത്തത്? വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ വിജിലൻസ് അന്വേഷണത്തിലൂടെ എന്താണ് പിടിക്കാൻ സാധിക്കുക? വിജിലൻസ് അന്വേഷണത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. കാരണം അത്തരത്തിലുള്ള ഒരു അഴിമതി, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി നടന്നിട്ടില്ല. നേരത്തെ പിന്നെ വിനോദ് സൂചിപ്പിച്ചു KP ശ്രീശമാഷെക്കുറിച്ച്. ശ്രീശമാഷ് MT രമേശിൻ്റെ പേര് ചോദിച്ചു. ശ്രീശമാഷെ അറിയുന്ന ആർക്കും അത് പറയാൻ കഴിയില്ല. കാരണം ശ്രീശമാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ BJP പ്രവർത്തകന്മാരെല്ലാം ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ടാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് അദ്ദേഹത്തെ നിയോഗിച്ചത്. മറ്റൊന്ന്, വേണുവിൻ്റെ ചോദ്യം, കേരളത്തിൽ ഏത് അന്വേഷണത്തെ നേരിടാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. പ്രത്യേകിച്ച് MT രമേശ് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആരോപണം വന്ന സമയത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് ഞങ്ങൾ. അന്വേഷണം വന്നാലോ, വിജിലൻസ് വന്നാലോ, CBI വന്നാലോ തല കറങ്ങുന്നവരോ നെഞ്ചുവേദനിക്കുന്നവരോ ഹാർട്ട് അറ്റാക്ക് വരുന്നവരോ അല്ല. കാരണം മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ട വിഷയമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണ്.
പക്ഷേ ഇവിടെ ഞാൻ ആവർത്തിക്കുന്നു, 2 വ്യക്തികൾ നടത്തിയ ഇടപാട്, ആ 2 വ്യക്തികൾ നടത്തിയ ഇടപാട് ഒരു പ്രസ്ഥാനവുമായി കൂട്ടിക്കുഴച്ച് ഈ പ്രസ്ഥാനത്തെ ഇതോടുകൂടി തകർക്കാമെന്ന വിജിലൻസ് അന്വേഷണത്തിന്റെ മനോജനും അറിയാം. വ്യക്തിപരമായ 2 പേർ തമ്മിൽ നടത്തിയ ഇടപാടാണെങ്കിൽ പിന്നെ പാർട്ടി കമ്മീഷനെ വെച്ച് അങ്ങ് തന്നെ പറഞ്ഞ നിഷ്പക്ഷമതിയെ വെച്ച് ഇത്ര സൂക്ഷ്മമായി പരിശോധിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യം എന്തായിരുന്നു? അതെ, പാർട്ടിയുടെ അംഗമാണിത് ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ചെയ്തിട്ടുള്ളത്. ആരോപണം വന്നിട്ടുള്ളത്. ആ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് നടത്തിയ ഇടപാടല്ല ഇത്. ഈ പാർട്ടി സംവിധാനത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നിർവഹിച്ചത്. അതാരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, പാർട്ടി സംവിധാനത്തെ തന്നെ. ഒരു നിമിഷം ഇവിടെ നിങ്ങളുടെ ഇവിടെ സംസ്ഥാന അധ്യക്ഷനുമായുള്ള ബന്ധത്തെ ഉപയോഗിക്കുന്നു, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉപയോഗിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് അല്ലല്ല, ഇവിടെ ഒരു നിമിഷം, നിങ്ങൾ നാമനിർദ്ദേശം ചെയ്ത് ഡൽഹിക്ക് അയച്ച MP ഉപയോഗിക്കുന്നു. എനിക്ക് സമയം തരുന്നില്ല. അല്ലല്ല, സമയം തരാതിരിക്കുകയാണ്. ഞാനൊരു എതിർ ചോദ്യം ചോദിച്ചതാണ്. 2 പേർക്ക് പ്രസംഗിക്കാൻ സമയം നൽകുകയും ചെയ്യുക. പറഞ്ഞോളൂ, ഞാനൊരു എതിർ ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. ഈ വിനോദ് ഇതെല്ലാം നടപ്പാക്കിയത് പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായുള്ള ബന്ധം, പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, പാർട്ടി തന്നെ നിയോഗിച്ചിരിക്കുന്ന MP-യുമായുള്ള ബന്ധം, MP-യുടെ PA-യുടെ ബന്ധം, ഇവരെല്ലാവരും കൂടെ ചേർന്ന് MCA-യുടെ ആളുകളെ കാണാൻ പോക്ക്, ഇതിൻ്റെ എല്ലാം ബന്ധമെന്ന് പറയുന്നത് പാർട്ടി ബന്ധമാണ്. അല്ല വേണു, ഈ രാകേഷ് ശിവരാമനും പിന്നെ ഈ കുമ്മനം രാജശേഖരനുമായി യാതൊരു ബന്ധവുമില്ല. ആരൊക്കെ കുമ്മനം രാജശേഖരന്റെ PA ആയിട്ട് പറയും? ഇപ്പൊ പിണറായി വിജയന്റെ BA ആണ്, ബന്ധുവാണ് എന്ന് പറഞ്ഞ് ഇവിടെ പണപ്പിരിവ് നടത്തിയതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ BJP-യുടെ രാകേഷ് ശിവരാമൻ പാർട്ടി ഓഫീസിന്റെ ചുമതലയുള്ള അല്ലല്ല, പാർട്ടി ഓഫീസിന്റെ ചുമതലയുള്ള ഒരാളല്ലേ ഈ സതീഷ് നായർ. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, കണ്ണദാസ് ആണ് ഇതിൽ തെറ്റ് ചെയ്തവർ. ഇതിൽ അഴിമതി വേണു, ഇതിൽ അഴിമതി നടത്തിയ പറഞ്ഞോളൂ അഴിമതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിൽപ്പെട്ട അഴിമതി നടത്തിയാലും അവരെ ഈ പാർട്ടി പടിയടച്ച് പിണ്ടം വയ്ക്കും. അത് ഏത് ഉന്നതനായാലും അത് സംഭവിക്കും. ഓർക്കുന്നുണ്ടാവും, BJP-യുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ 1 ലക്ഷം രൂപ വാങ്ങിയ സമയത്ത്, ആ 1 ലക്ഷം രൂപ വാങ്ങിയ സമയത്ത് അദ്ദേഹത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കി. ശരി, പക്ഷേ അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചതോ? അദ്ദേഹം വ്യക്തിപരമായി അധാർമികമായി ഇടപാടായിരുന്നു അത് എങ്കിൽ, ഒരു നിമിഷം, വ്യക്തിപരമായി അധാർമികമായി നടത്തിയ ഒരു ഇടപാടായിരുന്നു അത് എങ്കിൽ, അല്ലല്ല, ഒരു നിമിഷം, 2 കുട്ടികളെ തൂക്കി കൊല്ലപ്പെട്ട ആ കേസിൽ അഴിമതി നടത്തി ഇപ്പൊ MLA ആയിട്ടായിരിക്കുന്നത്. ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ശ്രീ KK സുരേന്ദ്രൻ, താങ്കൾ ഈ പറയുന്ന ബംഗാരു ലക്ഷ്മൺ ഉദാഹരിക്കുമ്പോൾ, ബംഗാരു ലക്ഷ്മൺ ആ കാര്യങ്ങൾ ചെയ്തത് പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ ഇരുന്നുകൊണ്ടാണ്. ബംഗാർ ലക്ഷ്മണനെ വന്ന് കാണുന്നതും പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലാണ്. അതല്ലാതെയുള്ളൊരു ബംഗാർ ലക്ഷ്മണനെ അല്ല ഇവർ പോയി കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ നിയമ നടപടിക്ക് കാര്യങ്ങൾ വിധേയമാകുമ്പോൾ ഇതിലെന്ത് വിജിലൻസ് അന്വേഷണം സാധ്യമാകും എന്ന സമീപനം പാടില്ല. പാർട്ടി അതാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയം, അതാണ് ഇന്ത്യൻ ക്രിമിനൽ നിയമ വ്യവസ്ഥ. അതാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല പറയേണ്ടത്. അഴിമതി നടത്തുന്ന സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അവരെ പിടിച്ച് തടങ്കലിടുന്നതാണ് ഇന്ത്യൻ നീതിന്യായ സംവിധാനം. അതായത് ഇന്ത്യയിലെ മറ്റൊരു പാർട്ടിയും അതിന്റെ അധ്യക്ഷൻ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി പിടിക്കപ്പെട്ട ചരിത്രം മറ്റൊരു പാർട്ടിക്കും ഇന്ത്യയിലില്ല. നിങ്ങളത് അന്തസ്സോടെ പറയുന്നു. ഞങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി പിടിക്കപ്പെട്ടു. ഇത് തന്നെയാണ് ശ്രീ സുരേന്ദ്രൻ നിങ്ങളുടെ പ്രശ്നം. ലാവ്ലിൻ കേസിൽ ഒരു നിയമത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ലാവ്ലിൻ കേസിൽ ഒരു പ്രതിയോ അല്ല മുഖ്യമന്ത്രി. എവിടെയാണ് പ്രതി? അത് വിസ്മരിച്ചുകൊണ്ട് നടത്തരുത്. ലാവ്ലിൻ കേസിൽ പ്രതിയായ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ട് നടക്കുകയാണ്. ഈ പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് പോലും അദ്ദേഹത്തെ പാർട്ടി പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്.
അത്തരം നിലപാടുകൾ ഞാൻ അത് ചോദിക്കട്ടെ, തന്നെ. ഞങ്ങൾ നടപടി അഖിലേന്ത്യാ സ്വീകരിച്ചു. അധ്യക്ഷൻ നിങ്ങൾ പോലും ആർക്കെതിരെ കാശ് നടപടി വാങ്ങി സ്വീകരിച്ചത്? അഴിമതി ജയരാജനെതിരെ നടത്തുന്ന പാർട്ടി പാർട്ടിയാണ് നിലപാടിൽ നിങ്ങൾ നിങ്ങൾ എന്ത് എന്ന് നിലപാട് സമ്മതിച്ചത് സ്വീകരിച്ചു? ഒരു എന്ത് അപാര നിലപാട് തൊഴിൽ സ്വീകരിച്ചു? ഒരു ഞാൻ നിമിഷം പറയാം. പറയട്ടെ. ശ്രീ കെ സുരേന്ദ്രൻ ശ്രീ കെ കെ സുരേന്ദ്രൻ അല്ലല്ല പല കഥകളിലേക്ക് ഇങ്ങനെ പോകാതെ ശ്രീ കെ കെ സുരേന്ദ്രൻ താങ്കൾ ലാവലിന്റെ കാര്യം പറഞ്ഞെങ്കിൽ ലാവലിന്റെ കാര്യത്തിൽ CBIക്ക് പോലും അല്ലല്ല CBIക്ക് പോലും ഒരു ആക്ഷേപമില്ല പിണറായി വിജയൻ വ്യക്തിപരമായ അഴിമതി നടത്തിയെന്ന്. അല്ലല്ല പിണറായി വിജയൻ വ്യക്തിപരമായ അഴിമതി നടത്തിയെന്ന ആക്ഷേപം CBIക്ക് തന്നെ ഇല്ല. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.